മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ എർത്തുക്വേക്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എർത്തുക്വേക്സിൻ്റെ മിറ്റിഗേഷൻ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് ഈസ് എ മേജർ കമ്പോണൻറ്റ് ഓഫ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി. ദിസ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അപ്പോൾ പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് എന്ന് പറയുന്നത്, അതായത് ഡിസാസ്റ്ററിന് മുന്നേ ഉള്ള പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മിറ്റിഗേഷൻ സ്ട്രാറ്റജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. അത് എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് നോക്കാം. ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ മിറ്റിഗേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത് അനാലിസിസ് ഓഫ് സോയിൽ ടൈപ്പ് ആൻഡ് അവോയ്ഡിങ് ദ ബിൽഡിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ് ഓൺ സോഫ്റ്റ് സോയിൽ. അതായത് ഒരു എർത്തുകേക്ക് വരുമ്പോഴാണെങ്കിൽ എർത്തുകേക്ക് പ്രോൺ റീജിയൻസ് ആണെങ്കിൽ അവിടെ എന്താണ് ബിൽഡിങ് വരാനുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും. ബിൽഡിങ്സും അതുപോലെയുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ അവോയ്ഡ് ചെയ്യും ആ ഏരിയയിൽ. പിന്നെയോ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ക്യാപ്പബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഗ്രൗണ്ട് ഷേക്കിംഗ്. അതായത് ഗ്രൗണ്ട് ഷേക്കിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സൊക്കെ, ബിൽഡിംഗ് സ്ട്രക്ചേഴ്സൊക്കെ ഡിസൈൻ ചെയ്യും. അടുത്ത എന്താണ്? അവോയ്ഡൻസ് ഓഫ് സീസ്മിക്കലി ആക്റ്റീവ് ഏരിയാസ് ഫോർ കൺസ്ട്രക്ഷൻ ഈസ് അനദർ മിറ്റിഗേഷൻ പ്രാക്ടീസ്. അതായത് എന്താണ്, കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി എർത്തുകേക്സ് ഉണ്ടാവുന്ന ഏരിയാസ് ആണെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ അവോയ്ഡ് ചെയ്യുക. അതും ഒരു മിറ്റിഗേഷൻ പ്രാക്ടീസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ഉണ്ട്. നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ദിസ് ഇൻക്ലൂഡ്സ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നോട്ട് സ്ട്രക്ചറലി ഓർ ഫിസിക്കലി എവിഡൻറ്റ് ബട്ട് ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ ഫ്രം ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അതായത് സ്ട്രക്ചറലി അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയുക അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. Having insurance of the physical assets and keeping an emergency plan, mental preparedness and training. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത് എന്താണ്? സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എവിഡൻസ് ഉള്ള കാര്യങ്ങളൊന്നുമല്ല. അതായത് ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല വരുന്നത്. പക്ഷേ എന്താണ്? അതായത് ഇൻഷുറൻസ് എടുക്കുക, അതുപോലെ തന്നെ എന്താണ് ഈ പ്രീ പ്ലാൻഡ് ആയിട്ടിരിക്കുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക, ഒരു ഡിസാസ്റ്റർ വരുമെന്നതിന് പ്രിപ്പയർ ചെയ്തിരിക്കുക, അതുപോലെ തന്നെ നല്ല ട്രെയിനിങ് സ്ട്രാറ്റജീസൊക്കെ കിട്ടുക. ഇതൊക്കെയാണ് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിനകത്ത് വരുന്നത്. ഓക്കെ, എർത്തുകേക്ക് പ്രഡിക്ഷൻ അതിനകത്ത് വരുന്ന മെയിൻ ഒരു കാര്യമാണ്. അതായത് എർത്തുകേക്കിനെ ഉണ്ടാകാനുള്ള പ്രോബബിൾ ആയിട്ടുള്ള സമയം ഏതാണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? അത് നമ്മളെ മുൻകൂറായിട്ട് ഉള്ള മുൻകൂറായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇനി വാർണിംഗ്, അതും നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്ന ഒരു സ്ട്രാറ്റജിയാണ്. വാർണിംഗ് എന്ന് പറയുന്നത് സം ഏർലി വാർണിംഗ്സ് ആൻഡ് അലേർട്ട് സിസ്റ്റംസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ കൺട്രീസ് ലൈക്ക് ജപ്പാൻ ആൻഡ് US. This does not predict the earthquake but warns people that an earthquake has begun and ground shaking is imminent. അപ്പോൾ ഇതിൽ വരുന്നത് വാർണിങ്ങിനകത്ത് വരുന്നത് നമുക്ക് വാർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു അലേർട്ട്നെസ് കൊടുക്കുക. അതായത് എർത്തുകേക്ക് വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആളുകൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ വരുന്നത്. മെയിനായിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എർത്തുകേക്കാണ്. എർത്തുകേക്കിൻ്റെ മിറ്റിഗേഷൻ മെഷേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അതിൽ സ്ട്രക്ചറൽ മിറ്റിഗേഷനും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനും ഉണ്ട്. സ്ട്രക്ചറൽ മിറ്റിഗേഷനകത്ത് വരുന്ന മെയിനായിട്ടുള്ള ബിൽഡിങ്സ്, അതായത് എർത്തുകേക്ക് പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ ബിൽഡിങ്സ് ഒന്നും കൺസ്ട്രക്ഷൻ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഷേക്കിംഗ് ഉള്ള സ്ഥലത്ത് നിന്ന് നല്ല ഡിസൈൻ, നല്ല അതിനെ എർത്തുകേക്കിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഡിസൈൻസൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക. അതൊക്കെയാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത്. നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ആകുമ്പോൾ മെയിനായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അവർക്ക് അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ആളുകൾ അതിനെപ്പറ്റി പ്രിപ്പയർ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കുക. അതൊക്കെയാണ് പറയുന്നത് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത്. വാർണിങ്ങും എർത്തുകേക്കിൻ്റെ പ്രഡിക്ഷനും എല്ലാം നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനാണ് വരുന്നത്. ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്ററാണ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. സൈക്ലോൺസിന് പറയുന്നത്? കൊടുങ്കാറ്റ്. The government of India has initiated the Natural Cyclone Risk Mitigation Project
ടു അഡ്രസ് ദ സൈക്ലോൺ റിസ്ക് ഇൻ ദ കൺട്രി. അതായത് ഒരു അതോറിറ്റി ഉണ്ട്, ഇതാണ് സൈക്ലോൺസിൻ്റെ പ്രോബ്ലംസ്, അതായത് സൈക്ലോൺസ് ഉണ്ടാക്കുന്ന റിസ്കുകളും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ഉണ്ട്. ഏതാണത്? നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. The overall objective of this project is to take up structural and non-structural measures to mitigate the effects of cyclone in the coastal areas of the country. അപ്പോൾ ഈ മിറ്റിഗേഷൻ പ്രോജക്റ്റിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ അവർ മെയിനായിട്ടും സ്ട്രക്ചറലും അതുപോലെ തന്നെ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സും എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സൈക്ലോൺസ് ഉണ്ടാക്കുന്ന എഫക്റ്റിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. മെയിനായിട്ടും ഈ പ്രോജക്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഏത് ഏരിയയാണ്? കോസ്റ്റൽ ഏരിയയിലാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്താണെന്ന് നോക്കാം. അതിൽ മെയിനായിട്ടും ബിൽഡിങ്സ് ഓഫ് സീ വാൾസ് ആൻഡ് സലൈൻ വാട്ടർ എംബാങ്ക്മെൻറ്റ്സ് ആണ് വരുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്? സീ വാൾസ്, അതായത് കടൽഭിത്തി നിർമ്മാണവും അതുപോലെ തന്നെ എന്താണ് സലൈൻ വാട്ടർ എംബാങ്ക്മെൻറ്റ്സ് ഒക്കെയാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ വരുന്ന ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയോഷീൽഡ് സച്ച് ആസ് മാംഗ്രൂവ്സ് ആൻഡ് ഷെൽട്ടർ ബിൽറ്റ് plantations of casuarinas which can buffer the wave action and break high velocity winds. അതായത് കൊടുങ്കാറ്റിനെ, അതിശക്തമായ വിൻഡിനെ എന്താണ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരങ്ങൾ, പ്ലാന്റേഷൻസ് ഏതൊക്കെയാണ്? മാംഗ്രൂവ്സും അതുപോലെ തന്നെ കാഷ്യൂറിനാസ് എന്ന് പറയുമ്പോൾ കാറ്റാടി മരങ്ങളൊക്കെ അവിടെ ഈ എന്താണ് സൈക്ലോൺ പ്രോൺ ഏരിയയിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. അതാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത്. ഇനി നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോസ്റ്റൽ റെഗുലേഷൻസ് റിഗാർഡിംഗ് കൺസ്ട്രക്ട് നിയർ ഹൈ ടൈഡ് ലൈൻസ്. അതായത് ഒരുപാട് വലിയ തിരകളൊക്കെ ഉള്ള ആ ഒരു ഏരിയയിൽ എന്താണ് കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ട്രെയിനിങ് ഗിവൺ ടു കമ്മ്യൂണിറ്റീസ് ടു ഡെവലപ്പ് കണ്ടിജൻസി പ്ലാൻസ് ആൻഡ് സ്റ്റാർട്ട് റിലീഫ് വർക്ക്സ്. അതായത് ട്രെയിനിങ് കൊടുക്കുക ആളുകൾക്ക്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കണ്ടിജൻസി പ്ലാൻസിനും അതുപോലെ എന്താണ് റിലീഫ് വർക്കിനും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക ഈ കോസ്റ്റൽ ഏരിയയിൽ ഉള്ള ആളുകൾക്ക്. പിന്നെന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇവാക്വേഷൻ റൂട്ട്സ്. Then early warning of cyclones to coastal habitations is an important measure that helps to reduce loss of life and property during a cyclone. അതായത് മുൻകൂറായിട്ട് വാർണിംഗ് കൊടുക്കുക. ഈ കോസ്റ്റൽ ഏരിയയിൽ എന്താണ് ഈ സൈക്ലോൺ വരാനുള്ള ചാൻസ് ഉണ്ട്, അതെന്തൊക്കെ കുറയ്ക്കും? അവിടുത്തെ എന്താണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സൈക്ലോണിൻ്റെ എഫക്റ്റ് ഒരുപാട് കുറയ്ക്കും അല്ലേ. അപ്പോൾ ആളുകൾ മുന്നേ അതിനെപ്പറ്റി അവെയർ ആണെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കുകയോ അങ്ങനെയൊക്കെയുള്ള എന്താണ് പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ അവർക്ക് എടുക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ അതാണ് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് വിച്ച് കംസ് ഇൻ എന്താണ് സൈക്ലോൺ മിറ്റിഗേഷൻ പ്രോഗ്രാം അല്ലേ. അപ്പോൾ അതാണ് സൈക്ലോണിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്ററാണ് വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എന്തൊക്കെയാണ്? അതിൻ്റെ മിറ്റിഗേഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ്? Identification of high-risk volcanoes based on eruption history, population density and property at risk. അതായത് ഹൈ റിസ്കിലുള്ള വോൾക്കാനോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തിനെ ബേസ് ചെയ്തത്? അതിൻ്റെ ഇറപ്ഷൻ ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററി അനുസരിച്ച് ഇത് ഒരുപാട് വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന ഒരു എന്താണ് സ്ഥലമാണ് എന്നൊക്കെ കണ്ടുപിടിച്ച് അവരെ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെന്താണ്? ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, സോണേഷൻ ആൻഡ് മാപ്പിംഗ് ഈസ് ഡൺ ടു ഗീവ് ഐഡിയ അബൌട്ട് ഹൈ ആൻഡ് ലോ റിസ്ക് വോൾക്കാനോസ്. അതായത് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ സോണേഷൻ, അതുപോലെ തന്നെ മാപ്പിംഗ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും? ഈ ഹൈ റിസ്ക്കും ലോ റിസ്ക്കും ആയിട്ടുള്ള വോൾക്കാനോസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? മാപ്സ് മേ ഓൾസോ ഷോ പോസിബിൾ പാർട്സ് ഓഫ് ലാർവ ഫ്ലോ. ഈ മാപ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഈ വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ലാർവ ഫ്ലോയുടെ പാത്ത് നമ്മളെ കണ്ടുപിടിച്ച് തരും. അടുത്തത് വോൾക്കാനോ മോണിറ്ററിംഗ് ആൻഡ് ഇറപ്ഷൻ ഫോർകാസ്റ്റിംഗ് ഈസ് ആൻ എസെൻഷ്യൽ സ്റ്റെപ്പ് ഇൻ മിറ്റിഗേഷൻ ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് വോൾക്കാനിക് ഇറപ്ഷൻ. അതായത് വോൾക്കാനോ മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഇറപ്ഷനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് എല്ലാം തന്നെ എന്താണ് ഈ വോൾക്കാനിക് ഇറപ്ഷൻ്റെ റിസ്ക് ഒരുപാട് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. For potentially dangerous volcanic regions, emergency plans must be worked out for evacuation of population in case of immediate danger. അതായത് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ടുള്ള വോൾക്കാനിക് റീജിയൻസിൽ എന്ത് വേണം? എമർജൻസി പ്ലാൻസ് വേണം. എന്തിനു വേണ്ടിയിട്ട്? പെട്ടെന്ന്
ഒരു വോൾക്കാനിക് ഇറപ്ഷനൊക്കെ ഉണ്ടായാൽ തന്നെ ആളുകളെ മാറ്റാനും അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡേഞ്ചേഴ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് വേണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സുനാമിയാണ് നെക്സ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം മിറ്റിഗേഷൻ മെഷേഴ്സ്. ഇതിൻ്റെ സ്ട്രക്ചറൽ മെഷേഴ്സ് നോക്കാം. ഡെവലപ്പിംഗ് ലാൻഡ് യൂസ് പ്ലാൻസ് ടു അവോയ്ഡ് അൺസേഫ് ബിൽഡിങ്സ് ഇൻ ഡെവലപ്പിംഗ് ലാൻഡ് യൂസ് പ്ലാൻസ് ടു അവോയ്ഡ് അൺസേഫ് ബിൽഡിങ്സ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. അതായത് ലാൻഡ് ഡെവലപ്പിംഗ് പ്ലാൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കോസ്റ്റൽ ഏരിയാസിലുള്ള അൺസേഫ് ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വൾണറബിൾ ആൻഡ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. അതായത് എന്താണ് വൾണറബിൾ, അതായത് ഈ സുനാമി വന്നാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന റീജിയൻസ്, അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ബാരിയേഴ്സ് സച്ച് ആസ് മാംഗ്രൂവ്സ് ആൻഡ് ഷെൽട്ടർ ബെൽറ്റ് ഓഫ് കോസ്റ്റൽ കാഷ്വറിന ഫോറസ്റ്റ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാംഗ്രൂവ്സ് അതുപോലെ തന്നെ എന്താണ് കാഷ്വറിനാസ് ഒക്കെ വെച്ച് പിടിപ്പിക്കും. ഇതെല്ലാം തന്നെ എന്തിനെ സഹായിക്കും, ഒരു ബെറ്റർ ബാരിയറായിട്ട്, ഈ ഒരു സുനാമിക്ക് ബെറ്റർ ഒരു ബാരിയറായിട്ട് അത് വർക്ക് ചെയ്യും. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സുനാമി ഡിറ്റക്ഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് ഡിറ്റക്ഷൻ സെൻറ്റേഴ്സ്. സുനാമി ഡിറ്റക്ഷൻ സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ എന്താണ് വാർണിംഗ് കൊടുക്കുക, ഈ സുനാമി വരുന്നത് പ്രെഡിക്റ്റ് ചെയ്യുക. അതൊക്കെ ഈ മിറ്റിഗേഷൻ മെഷേഴ്സിൽ വരുന്ന സ്ട്രാറ്റജീസാണ്, സ്ട്രക്ചറൽ മെഷേഴ്സ്. ഇനി നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോസ്റ്റൽ സോൺ റെഗുലേഷൻസ്. അതായത് കോസ്റ്റൽ സോൺ റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്താണ് മാപ്പിംഗ് ദ കോസ്റ്റൽ ഏരിയാസ് ഫോർ മൾട്ടിപ്പിൾ ഹസാർഡ്സ്, വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അനാലിസിസ് ടു വില്ലേജ് ലെവൽ. അതായത് കോസ്റ്റൽ ഏരിയാസിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹസാർഡ്സിനെയൊക്കെ എന്താണ് മാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് വില്ലേജ് ലെവലിൽ തന്നെ എന്താണ് അവിടുത്തെ വൾണറബിലിറ്റി അതുപോലെ തന്നെ റിസ്ക് എല്ലാം കണ്ടെത്തി എന്താണ് മാപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ലോക്കൽ പീപ്പിൾ ബൈ അവയർനെസ് പ്രോഗ്രാംസ് ആൻഡ് ട്രെയിനിങ് ഫോർ ദി ഇവാക്യുവേഷൻ മെത്തേഡ്സ് ആൻഡ് റൂട്ട്സ് ഓഫ് ദി ടൈം ഓഫ് സുനാമീസ്. അതായത് ആളുകൾക്ക്, അവിടെ താമസിക്കുന്ന ലോക്കൽ ആളുകൾക്ക് എന്താണ് സുനാമിയെ പറ്റിയുള്ള അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുക, ട്രെയിനിങ്സ് കൊടുക്കുക. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും, എന്താണ് സുനാമി വരുന്ന സമയത്തൊക്കെ അവരെന്താണ് പ്രിപ്പയർഡ് ഇരിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അവയർനെസ് കൊടുക്കാനും ഒക്കെ ഈ പ്രോഗ്രാംസൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഫ്ലഡ് മിറ്റിഗേഷൻ മെഷേഴ്സ് നോക്കാം. അതിൽ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, പ്ലാൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ്. അപ്പം സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ എപ്പോഴും വരുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ബിൽഡിങ്സ്, ഇതൊക്കെയായിരിക്കും സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത്. അപ്പോൾ അവിടുത്തെ എന്താണ് ഫ്ലഡ് പ്രോൺ ഏരിയ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്യുക, അതല്ലെങ്കിൽ നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുക. പ്രിവെൻഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഹാബിറ്റേഷൻ ഓഫ് ഏരിയാസ് വെയർ ഫ്രീക്വൻറ്റ് ഫ്ലഡിങ് ഒക്കേഴ്സ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലഡിങ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ എന്താണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസൊക്കെ അവോയ്ഡ് ചെയ്യുക. ബിൽഡിംഗ് ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റീസ് ലൈക്ക് ഹോസ്പിറ്റൽസ് ഇൻ സേഫ് ഏരിയാസ്. അതായത് അവിടെ തന്നെ എന്താണ് സേഫ് ഏരിയാസിൽ എന്താണ് ഹോസ്പിറ്റൽസൊക്കെ ഒരുപാട് ഉണ്ടാക്കുക. അതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു മിറ്റിഗേഷൻ മെഷർ ആവും അല്ലേ. ഫ്ലഡ് ഉണ്ടായാൽ തന്നെ ആളുകൾക്ക് ഹോസ്പിറ്റാലിറ്റിക്കൊക്കെ വേണമെങ്കിൽ അത് ഉപയോഗപ്രദമാവും. വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ഇൻവോൾവിങ് ടൈംലി ക്ലീനിങ്, സ്ലിറ്റിംഗ് ആൻഡ് ഡീപ്പനിങ് നാച്ചുറൽ വാട്ടർ റിസർവോയ്സ് ആൻഡ് ഡ്രെയിനേജ് ചാനൽസ്. അതായത് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ കൊണ്ടുവരിക. അതായത് നല്ല ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ എന്താണ് ക്ലീൻ വാട്ടറൊക്കെ അതിനെ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ റിസർവോയേഴ്സും അതുപോലെ തന്നെ ഡ്രെയിനേജ് ചാനൽസും എല്ലാം എന്താണ് പ്രത്യേകം സിസ്റ്റംസ് കൊടുക്കുക. അവരൊന്നും മിക്സ് ആവാതെ പ്രത്യേകം സിസ്റ്റംസ് കൊടുക്കുക. അതുപോലെ എന്താണ് ക്ലീനിങ് ദ ഫ്ലോ ഓഫ് സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ഫ്രം സോളിഡ് വേസ്റ്റ് ആൻഡ് സിൽറ്റ്. അതായത് നമ്മുടെ വാട്ടർ സ്ട്രീംസും റിവേഴ്സിലൊക്കെ എന്താണ് സോളിഡ് വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യുക, സിൽറ്റ് റിമൂവ് ചെയ്യുക. എന്തിനാണ് പ്രോപ്പർ
ഫ്ലോ, അതായത് വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാതെ തന്നെ അങ്ങനെയുള്ള മെഷേഴ്സൊക്കെ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റീഫോറസ്റ്റേഷൻ, അതായത് വനങ്ങൾ പിന്നെയും വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, ഇതെല്ലാം തന്നെ എന്തിന് സഹായിക്കും? നമ്മുടെ മേൽമണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് എന്താണ്? സോയിൽ ഇറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫ്ലഡിൻ്റെ സമയത്തുണ്ടാകുന്ന സോയിൽ ഇറോഷൻ, ഇതിനൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റീഫോറസ്ട്രേഷനും അതുപോലെ കൺസർവേഷനും വെറ്റ്ലാൻഡ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം തന്നെ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ വരുന്നതാണ്. ഇനി നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മാപ്പിംഗ് ഓഫ് ഫ്ലഡ് പ്രോൺ ഏരിയാസ് ആൻഡ് പോസിബിൾ ഫ്ലോ റൂട്ട്സ് ഓഫ് ഫ്ലഡ് വാട്ടർ, അതായത് ഫ്ലഡ് പ്രോൺ ഏരിയയൊക്കെ ഓൾറെഡി മാപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ എന്താണ് ഈ പോസിബിൾ ഫ്ലോ റൂട്ട്സ്, അതായത് ഫ്ലഡ് വാട്ടർ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വാട്ടറിൻ്റെ ഫ്ലോ റൂട്ട്സൊക്കെ മാപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ഇവാക്യുവേഷൻ റൂട്ട്സ് ആൻഡ് പ്ലാനിങ് ഓഫ് ഷെൽട്ടേഴ്സ് ഫോർ പീപ്പിൾ ഇവാക്യുവേറ്റഡ് ഫ്രം ഇൻഅണ്ടേറ്റഡ് ഏരിയാസ്, അതായത് ഇങ്ങനെ ഫ്ലഡിങ് ഒക്കെ ഉണ്ടായ റീജിയൻസിലുള്ള ആളുകൾക്ക് എന്ത് വേണം? മാറി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഷെൽട്ടേഴ്സൊക്കെ പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള ആളുകളെ മാറ്റി താമസിക്കുക. അതുപോലെ ഡെവലപ്പിംഗ് സീസണൽ കലണ്ടേഴ്സ് ബേസ്ഡ് ഓൺ ഹൈഡ്രോളജിക്കൽ ആൻഡ് മെറ്റീരിയോളജിക്കൽ കണ്ടീഷൻസ് ഓഫ് എ റീജിയൻ ക്യാൻ ഹെൽപ്പ് ഇൻ ആൾട്ടറിങ് ദ ക്രോപ്പിംഗ് പാറ്റേൺസ് സോ ദാറ്റ് ഡാമേജ് ഓഫ് ക്രോപ്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. നമുക്ക് കലണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുക, സീസൺ അനുസരിച്ചുള്ള കലണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയത്താണ് നമുക്ക് ഫ്ലഡ് ഉണ്ടാകുന്നത് സാധാരണ അറിയാമെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ക്രോപ്പിംഗ്, അതായത് കൃഷി, അഗ്രികൾച്ചർ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇതെന്ത് സഹായിക്കും? ഒരു പരിധി വരെ ആ ക്രോപ്സിൻ്റെ ഡാമേജിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കറിയാമല്ലേ, 2-3 വർഷമായിട്ട് ഒരു ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യും. അപ്പോൾ പ്രളയം ഉണ്ടായ സമയമാണ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എല്ലാ വർഷവും തുടർന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണ് പോസിബിളായിട്ടുള്ള അഗ്രികൾച്ചർ, ആ സമയത്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന അഗ്രികൾച്ചർ, ക്രോപ്പിംഗ്, അതെല്ലാം നമ്മൾ മാറ്റി വെക്കുക. ഓക്കെ. പ്രഡിക്ഷൻ ഓഫ് ഫ്ലഡ്സ് ബൈ അനാലിസിസ് ഓഫ് മെറ്റീരിയോളജിക്കൽ ആൻഡ് ഹൈഡ്രോളജിക്കൽ ഡേറ്റ വിത്ത് റിയൽ ടൈം ഒബ്സർവേഷൻസ്, അതായത് ഫ്ലഡിങ്ങിനെ പ്രെഡിക്റ്റ് ചെയ്യുക. അതെന്തിന്? മെറ്റീരിയോളജിക്കലും അതുപോലെ ഹൈഡ്രോളജിക്കലും ഡേറ്റയൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക ഫ്ലഡ്സിനെ. പിന്നെ എന്താണ്? വാർണിംഗ്സ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വാർണിംഗ്, അതായത് നമുക്കറിയാമല്ലേ ഇങ്ങനെയുള്ള അതോറിറ്റീസൊക്കെ എന്ത് ചെയ്യും? വാർണിങ്സ് കൊടുക്കും. അത് തന്നെ നമുക്ക് എന്താണ്? ഒരു അലേർട്ടാണ് അല്ലേ? ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഈ ഫ്ലഡിങ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഒരു അലേർട്ടായിട്ട് നമ്മൾ ഇരിക്കും. ഇത് എന്താണ്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ വരുന്ന ഒരു മെഷേഴ്സാണ്. ഇനി അടുത്തതാണ് ഡ്രൗട്ട് മിറ്റിഗേഷൻ മെഷേഴ്സ്. ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്? വരൾച്ച. ഫ്ലഡ്, വെള്ളപ്പൊക്കമാണെങ്കിൽ ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ വരൾച്ച. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് എന്താണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പം എന്താണ്? വാട്ടർ എത്തിക്കുക, അതായത് ജലസേചന പദ്ധതികളൊക്കെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻ ഹൗസസ് ആൻഡ് കൺസ്ട്രക്ടിങ് ഫാം പോൺസ് ടു കളക്ട് റെയിൻ വാട്ടർ. നമുക്കറിയാമല്ലേ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്കിപ്പോൾ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ തന്നെ നമ്മൾ മഴ സംഭരണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മൾ റെയിൻ വാട്ടറിനെ കൺസേർവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഗ്രൗണ്ട് വാട്ടറിനെ വരൾച്ചയില്ലാതെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ റെയിൻ വാട്ടർ ഒരുവിധം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? കെയർഫുള്ളി പ്ലാൻഡ് ക്രോപ്പ് റൊട്ടേഷൻ ടു മിനിമൈസ് വാട്ടർ ലോസ്, അതായത് ക്രോപ്പ് റൊട്ടേഷൻസ് നടത്തുക, പ്ലാൻഡ് ആയിട്ടുള്ള, അതായത് വാട്ടറിനെ മിനിമൈസ് ചെയ്തിട്ടുണ്ട് വേണ്ടിയിട്ടുള്ള ക്രോപ്പ് റൊട്ടേഷൻ, പ്ലാൻസ് ഒക്കെ ചെയ്യുക. അതുപോലെ എന്താണ്? ഇൻക്രീസിങ് ഫോറസ്റ്റ് കവർ ആൻഡ് പ്രൊമോട്ടിങ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, അതായത് നമ്മൾ ഒരുപാട് ഫോറസ്റ്റ് ഏരിയ കൂട്ടുക. അതെന്ത് ചെയ്യും? ഈ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുക അല്ലേ? ഫോറസ്റ്റ് അല്ലെങ്കിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന വഴി നമുക്ക് വാട്ടറിനെ ഗ്രൗണ്ട് വാട്ടറിനെ നമുക്ക് ഒരുപാട്
പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം തന്നെ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ്. ഈ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻകറേജിങ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീംസ്. അതായത് ഇപ്പോൾ ഒരു വരൾച്ച സംഭവിച്ച് ഏതെങ്കിലുമൊക്കെ ക്രോപ്പ് നശിച്ചു പോവുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് എന്താണ് കർഷകർക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ എടുക്കാൻ പറ്റും. അതുപോലെ ക്രിയേറ്റിംഗ് അവയർനെസ് അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ അബൌട്ട് വാട്ടർ കൺസർവേഷൻ ടെക്നിക്സ് ആൻഡ് ഡ്രൗട്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. Then drought monitoring through continuous evaluation of meteorological data, status of water in reservoirs and existing water usage patterns. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോളജിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയോളജിക്കൽ ഡേറ്റയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രൗട്ടിനെ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വാട്ടർ റിസർവോയ്സിലൊക്കെ ഉള്ള വാട്ടറിൻ്റെ സ്റ്റാറ്റസ് അറിയുക. അതായത് എത്രമാത്രം വാട്ടർ നമുക്കുണ്ട് അതൊക്കെ അനുസരിച്ച് നമ്മൾ എന്താണ് നമുക്കുള്ള വാട്ടർ നമ്മൾ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ എന്താണ് പ്ലാനിങ് ടു ഇംപ്ലിമെൻറ്റ് എഫക്റ്റീവ് ഡ്രൗട്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ത്രൂ കോർഡിനേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ആൻഡ് ലെവൽ ഏജൻസീസ്. അതായത് സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവൽ ഏജൻസീസൊക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ ഏജൻസീസ് എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക. അതായത് ഡ്രൗട്ട് ഉണ്ടാവാത്ത രീതിയിൽ ഡ്രൗട്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ അല്ലേ, അതിന് എന്താണ് ആപ്ലിക്കേഷൻ ലെവലിൽ അത് കൊണ്ടുവരികയും ചെയ്യുക. ഇനി നെക്സ്റ്റ് ആണ് ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് മിറ്റിഗേഷൻ മെഷേഴ്സ്. നമുക്കറിയാം ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഇപ്പം നമ്മളിപ്പം ഈ ബയോളജിക്കൽ ഡിസാസ്റ്ററിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ കൊറോണ അല്ലേ. അപ്പോൾ ഇപ്പം എന്താ ആ കൊറോണയെ വെച്ച് നമ്മൾ എന്തൊക്കെ മെഷേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് എല്ലാ പോയിൻറ്റ്സും കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് systems monitor the sources, modes of disease spreading and investigates the epidemics. അതായത് ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് സിസ്റ്റമാണ് എന്ത് മോണിറ്റർ ചെയ്യുന്നത്. അതായത് ഒരു ഡിസീസ് വന്നാൽ അതിൻ്റെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ അതിൻ്റെ ഡിസീസിൻ്റെ സ്പ്രെഡിങ് റേറ്റ് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് എപ്പിഡമിക് ആണോ അല്ലയോ എന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് സിസ്റ്റമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് അവയർനെസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ് അബൌട്ട് ദ പോസിബിൾ അറ്റാക്സ് ആൻഡ് സിംറ്റംസ് വിത്ത് ഹെൽപ്പ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസസ്. അതായത് ഹെൽത്ത് വർക്കേഴ്സ് നമുക്കറിയാം അല്ലേ, ഇപ്പം കൊറോണയുടെ സമയത്തൊക്കെ തന്നെയായാലും നേഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് ആണെങ്കിലും ഇവർക്കെല്ലാം എന്താണ് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കൊടുക്കുക. എന്തൊക്കെയാണ് അസുഖം ഈ ഒരു അസുഖം വരുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് സിംറ്റംസ് ആദ്യമേ കാണിക്കുന്നത്, അത് വന്നാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രിവെൻഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്, അങ്ങനെയുള്ള അവയർനെസ് ഒക്കെ കൊടുക്കുക. വെൻ എക്സ്പോഷർ ഈസ് സസ്പെക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആർ പുട്ട് അണ്ടർ ക്വാറന്റൈൻ ആൻഡ് ഒബ്സർവ്ഡ് ഫോർ സിംറ്റംസ് ഡ്യൂറിങ് പീരീഡ് ഓഫ് ഒബ്സർവേഷൻ. അത് നമ്മുടെ എന്താണ് കൊറോണ പോലെ തന്നെ, അതായത് ഇപ്പം നമ്മളൊരു പ്രൈമറി കോൺടാക്റ്റ് വന്നു എന്ന് മനസ്സിലാവുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ സ്വമേധയാ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ തന്നെ ക്വാറന്റൈൻ പോവുക. എന്നിട്ട് എന്താണ് സിംറ്റംസ് ഒക്കെ വരുന്നുണ്ടോ, അസുഖത്തിൻ്റെ സിംറ്റംസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അതെന്ത് ഹെൽപ്പ് ചെയ്യും? വേറൊരു ആളിലേക്ക് ഈ രോഗം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ട്രിപ്പിൾ ലെയർ സർജിക്കൽ മാസ്ക് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് സർട്ടിഫൈഡ് മാസ്ക് ഷുഡ് ബി വോൺ. അതായത് കൊറോണയുടെ കേസിലൊക്കെ ഇപ്പോൾ 2 മാസ്ക് ധരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഹൈലി എപ്പിഡമിക് ആയുള്ള ഡിസീസൊക്കെ ആണെങ്കിൽ 3 ലെയർ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുക. അതുപോലെ എന്താണ് നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി മാസ്ക് വിയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്ത് പറയുന്നത് ബയോളജിക്കൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷേഴ്സിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയത്, കാരണം ഒരുപാട് പോയിന്റ്സ് കവർ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് എന്താണ് വാസ്റ്റായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ കുറേ പോയിന്റ്സ് പറയണമായിരുന്നു. അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് പോയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുവിധം പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അത് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അപ്പം നിങ്ങൾ മെയിനായിട്ടും ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഫ്ലഡിൻ്റെ കേസും ഓർത്ത് വെക്കുക, കാരണം ഇത് രണ്ടും നമ്മളിപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2 സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് വെക്കുക, 2 പോയിന്റ്സ്.
ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് കളർ കോഡഡ് വാർണിംഗ്സ് ഇൻ വെതർ ഫോർകാസ്റ്റ്. അതായത് വെതർ ഫോർകാസ്റ്റിൽ വരുന്ന കളർ കോഡ്സ്, എന്ത് വാർണിംഗ് കളർ കോഡ്സ് ഏതൊക്കെയാണ്, അത് എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് മഴ ഉണ്ടാകുമ്പോൾ, കനത്ത മഴ വരുമ്പോൾ നമ്മൾ പറയത്തില്ല യെല്ലോ അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടാണ്, റെഡ് അലേർട്ടാണ്, അങ്ങനെയൊക്കെ പറയത്തില്ല. അപ്പോൾ അതെന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് നോക്കാം. ഇപ്പം ഗ്രീൻ അലേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നോ വാർണിംഗ്. ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താണ്? കുഴപ്പമില്ല അല്ലേ? അപ്പം ഗ്രീൻ സിഗ്നൽ എന്ന് പറയുമ്പോൾ നോ സിവിയർ വെതർ എക്സ്പെക്റ്റഡ് ആൻഡ് നോ അഡ്വിസറീസ് ഇഷ്യൂഡ്. പ്രശ്നങ്ങളൊന്നുമില്ല. വെതറിന് വലിയ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നോർമൽ കണ്ടീഷനാണ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇനി യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡിക്കേറ്റ്സ് പോസിബിലിറ്റി ഓഫ് സിവിയർലി ബാഡ് വെതർ സ്പാനിങ് അക്രോസ് സെവറൽ ഡേയ്സ്. അതായത് പോസിബിലിറ്റി ഓഫ് സിവിയർലി ബാഡ്, അതായത് അത്യാവശ്യം ബാഡായിട്ടുള്ള കാലാവസ്ഥയാണ് കുറച്ച് ദിവസത്തേക്ക്. വാർണിംഗ് ടു പ്ലാൻ എഹെഡ്, കീപ്പിംഗ് ഇൻ മൈൻഡ് ദ പോസിബിൾ ട്രാവൽ ഡിലേസ് ആൻഡ് ഡിസ്റപ്ഷൻ ഓഫ് ഡേ ആക്ടിവിറ്റീസ്. അതായത് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ട്രാവലൊക്കെ ഡിലേസ് ആവാനും അതുപോലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മുടെ വർക്ക് ഷെഡ്യൂളൊക്കെ മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അവെയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോ അലേർട്ട് കൊടുക്കുന്നത്. ഇനി ഓറഞ്ച് അഥവാ ആംബർ അലേർട്ട് എന്താണെന്ന് നോക്കാം. അത് പറയുന്നത് ബി പ്രിപ്പയർഡ് എന്നാണ് പറയുന്നത്. ഇഷ്യൂഡ് ആസ് എ വാർണിംഗ് ഓഫ് എക്സ്ട്രീംലി ബാഡ് വെതർ വിച്ച് കുഡ് കോസ് ട്രാവൽ ഡിലേസ്, റെയിൽ ആൻഡ് റോഡ് ക്ലോഷേഴ്സ്, ഇൻറ്ററപ്ഷൻസ് ഓഫ് പവർ സപ്ലൈ എക്സെട്ര. അതായത് യെല്ലോ അലേർട്ടിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രിപ്പയർ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലേർട്ടാണ് തരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റോഡ്, റെയിൽ ക്ലോഷേഴ്സൊക്കെ സംഭവിക്കാം, നമ്മൾക്ക് ട്രാവൽ ഡിലേസ് ഉണ്ടാവാം, അതുപോലെ തന്നെ എന്താണ്, പവർ സപ്ലൈസ് ഒക്കെ വരെ നഷ്ടപ്പെടാം, അങ്ങനെയുള്ള കറണ്ടൊക്കെ പോകാം. അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ എക്സ്ട്രീംലി ബാഡ് വെതറിനെയാണ് നമ്മൾ ഓറഞ്ച് അഥവാ ആംബർ അലേർട്ട് എന്ന് പറയുന്നത് തരുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ റെഡ് അലേർട്ടാണ്. ടേക്ക് ആക്ഷൻ. റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ എക്സ്ട്രീംലി ബാഡ് വെതർ ഈസ് എക്സ്പെക്റ്റഡ്. എക്സ്ട്രീംലി എന്ന് പറയുമ്പോൾ വളരെ വളരെ ബാഡ് ആയിട്ടുള്ള വെതർ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ റെഡ് അലേർട്ട് എന്ന് പറയുന്നത്. അതായത് സുനാമിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്ന കേസ്. പീപ്പിൾ നീഡ് ടു ടേക്ക് ആക്ഷൻ ടു കീപ് ദംസെൽസ് ആൻഡ് അതർ സേഫ്. നമ്മൾ അതുപോലെ മറ്റുള്ളവരെ സേഫ് ആക്കിയിരിക്കുക. വൈഡ് സ്പ്രെഡ് ഡാമേജ്, ട്രാവൽ ആൻഡ് പവർ ഡിസ്ട്രപ്ഷൻ ആൻഡ് റിസ്ക് ടു ലൈഫ് ആർ ലൈക്ലി. പീപ്പിൾ ഷുഡ് റിമെയിൻ എക്സ്ട്രാ വിജിലൻറ്റ് ആൻഡ് ഫോളോ ദ ഓർഡേഴ്സ് ഗിവൺ ബൈ അതോറിറ്റീസ്. അപ്പോൾ എന്താണ്? ലൈഫ്, അതായത് നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കാം, നമ്മുടെ പവർ സപ്ലൈ ഒക്കെ നഷ്ടപ്പെടാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരാം. അപ്പോൾ എന്താണ്? ആളുകൾ എക്സ്ട്രാ വിജിലൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ അതോറിറ്റീസ് വരുന്ന, ഗവൺമെൻറ്റ്സ് തരുന്ന ഓർഡേഴ്സൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. അതൊക്കെയാണ് റെഡ് അലേർട്ട് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രീൻ അലേർട്ട് എന്ന് പറയുമ്പോൾ നോ വാർണിംഗ് ആണ്. യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ ബി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ദെൻ ഓറഞ്ച് അലേർട്ട് അഥവാ ആംബർ അലേർട്ട് എന്ന് പറയുമ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. ദ ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ റെഡ് അലേർട്ട് വിച്ച് മീൻസ് ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് റെഡ് അലേർട്ടിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.